വാർത്തകളിലേക്ക്. കണ്ണൂർ പുഴാതിയിൽ ജനവാസ മേഖലയിൽ മരത്തിന് മുകളിൽ താമസമാക്കിയ പെരുമ്പാമ്പിനെ സാഹസികമായി പിടികൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകർ പെരുമ്പാമ്പിനെ താഴെയിറക്കിയത്. പിടികൂടിയ പെരുമ്പാമ്പിനെ വനത്തിൽ തുറന്നുവിടും. കക്കാടുള്ള പുഴാതി ഹൗസിംഗ് കോളനിയിലാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകർ വലിയ മരത്തിൻ്റെ മുകളിൽ ചില്ലകളിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്ന ഈ പെരുമ്പാമ്പിനെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയത്. വളരെ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് പൂർത്തിയാക്കിയത്. ഈ പെരുമ്പാമ്പ് മരത്തിൻ്റെ മുകളിൽ ദിവസങ്ങളിലായി തുടരുന്നത് നാട്ടുകാർക്ക് വലിയ ഭയമെല്ലാം ഉണ്ടായിരുന്നു. ഈ മാർക്കിൻ്റെ അംഗങ്ങൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മരത്തിന് മുകളിൽ കയറിയപ്പോൾ? കുറച്ച് ഒരു 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് നമ്മളൊരു 10 മണി 10:30 തുടങ്ങിയായിരുന്നു റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഒരുപാട് വള്ളിയും ഉറുമ്പും ഇല്ലാണ്ട് കുറച്ച് പ്രയാസപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഒരു വള്ളിയും വന്ന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അടുത്ത വള്ളിമേൽ പിടിച്ച് കയറി അടുത്ത കൊമ്പിൽ പോയി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പെരുമ്പാമ്പായിരുന്നു. ഈ മരത്തിൽ കയറാൻ തന്നെ പ്രയാസമുള്ള ഒരു മരമാണല്ലേ വള്ളിയൊക്കെ? അതെ, വള്ളിയെല്ലാം ഉണ്ടല്ലോ, കുറച്ച് പ്രയാസപ്പെട്ടു. ശരിക്കും പെരുമ്പാമ്പിനെ കണ്ട് നാട്ടുകാർക്കൊക്കെ പേടിയായിരുന്നു. അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇവർ 4 ദിവസമായി മരത്തിൻ്റെ മേലെ തന്നെ കാണുന്നുണ്ട്. ഇവർക്ക് ഇതിൽ കൂടെ വഴിപോകാൻ പേടി. അങ്ങനെ ഇവരൊരു പരാതി കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഓഫീസിൽ അവിടെ എവിടെയെങ്കിലും വിളിച്ച് പരാതി പറഞ്ഞു. ഈ മാർക്കിൻ്റെ പ്രവർത്തകർ നാട്ടിലെവിടെയും വന്യജീവി ഇങ്ങനെ പാമ്പ് ഒക്കെ ഇറങ്ങിയ നാട്ടുകാർ ആദ്യം വിളിക്കുന്നതാണ്. നേരത്തെ തന്നെ നമ്മൾ ഇവരുടെ വാർത്തകളെല്ലാം തന്നെ പലപ്പോഴായി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മാർക്കിൻ്റെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ്? മാർക്ക് കണ്ണൂർ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് BSc MSc സ്റ്റുഡൻസാണ് മെയിനായിട്ടുള്ളത്. ഡോക്ടേഴ്സ്, അതുപോലെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും ഉള്ളൊരു സംഘടനയാണ്. റെസ്ക്യൂ മാത്രമല്ല, മറ്റ് നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരുമ്പാമ്പിനെ നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ദിവസവും പെരുമ്പാമ്പിൻ്റെ റെസ്ക്യൂ കോൾസ് നമുക്ക് വരാറുണ്ട്. മിക്കവാറും വരുന്നത് കോഴിക്കൂട്ടിലെല്ലാം ഇങ്ങനെ പെട്ടിട്ടും കോഴിയെ പിടിച്ചിട്ടും ആ രീതിയിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഇത്രയും ശ്രമകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. എന്നാലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അത് ചെയ്തിട്ടില്ല. ഇത്രയും ഒന്ന് മരത്തിൻ്റെ ഹൈറ്റ്, പിന്നെ ഒന്ന് ഈ നേരത്തെ ഷാജി പറഞ്ഞ പോലെ തന്നെ വള്ളിപ്പടപ്പും പിന്നെ ഉറുമ്പും ഉള്ള പ്രശ്നമുണ്ട്. നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മളെതിരെ ഒരു റിപ്പോർട്ട് നമുക്കെതിരെ എന്നല്ല, റെസ്ക്യൂസിനെതിരെ ഒരു കാര്യം വന്നിട്ടുള്ളത്. റെസ്ക്യൂസ് പല ആൾക്കാരും പൈസ വാങ്ങിയിട്ട് റെസ്ക്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പെരുമ്പാമ്പിന് ഇത്ര പൈസ, മൂർഖൻ പാമ്പിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. എങ്കിലും റെസ്ക്യൂസിന് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ്. നമ്മൾ വോളണ്ടിയേഴ്സാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സേവനത്തിനാണ് ഇറങ്ങിയിട്ടുള്ളത്. പല ആൾക്കാരും പല സമയത്തും പോയി ചിലപ്പോൾ നമ്മൾ പേഴ്സണൽ വണ്ടി എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ വണ്ടി എണ്ണ പൈസ, നമുക്ക് പെട്രോളിൻ്റെ പൈസ തരാറുണ്ടെങ്കിലും നമ്മളൊരിക്കലും ചോദിച്ചു വാങ്ങിയിട്ടില്ല. പിന്നെ ഇതിനിടയിൽ റെസ്ക്യൂർ എന്തോ ചെയ്തതിൻ്റെ കാര്യം നമ്മളെല്ലാവരും കൂടി നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി. അത് ഒരിക്കലും നമ്മളങ്ങനെ ഇല്ല. നമ്മളൊരിക്കലും പൈസ ചോദിച്ചു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാർക്കിൻ്റെ റെസ്ക്യൂസ് ഒരിക്കലും പൈസ വാങ്ങിയിട്ട് നമ്മൾ ഈ സേവനം ചെയ്യുന്നില്ല. ഈ മരത്തിന് മുകളിൽ കയറിയ ഒരാൾ കൂടി ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് റിസ്ക് ആയിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മൾ 1.5 മണിക്കൂർ മെനക്കെട്ടുകൊണ്ട് അതിനെ റെസ്ക്യൂ ചെയ്തു. അവിടെ അത് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ടോ? മറ്റുള്ള വള്ളികളിലേക്ക് നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്യാൻ ബാഗിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ അടുത്ത വള്ളിയിലേക്ക് പോയിട്ട് അത് ചുറ്റി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കതിന് ബാഗിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ പെരുമ്പാമ്പിനെ അത്ര കണ്ട് ഭയക്കേണ്ടതില്ല. ഇത് മനുഷ്യരെ ഉപദ്രവിക്കുന്നതല്ല എന്നുള്ളതാണ് മാർക്കിൻ്റെ പ്രവർത്തകരെല്ലാം പറയുന്നത്. പക്ഷേ ഈ ജനവാസ മേഖലയിൽ നിരവധി വീടുകളുള്ള സ്ഥലത്ത് ഇതിനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയാണ്, കാണുമ്പോഴുള്ള ഒരു ഭയമാണ്. അതാണ് അവർ അറിയിക്കുകയും മാർക്കിൻ്റെ പ്രവർത്തകരെത്തി അതിനെ സാഹസികമായി തന്നെ ഈ പാമ്പിനെ താഴെ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. കണ്ണൂർ പുഴാതി ഹൗസിംഗ് കോളനിയിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.